വീണ്ടും ചേരുന്നു കൗണ്ടിംഗ് സ്റ്റേഷനിൽ. സാജിദ്, BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. 4575 വോട്ടാണ്. അവിടെ 10,000-ന് മുകളിൽ വോട്ട് BDJS നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ കുറവ് വോട്ടാണ് ഇപ്പോൾ നമ്മൾ ടാലിയിൽ കാണുന്നത്. എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? 6,900-അടുത്ത് വോട്ടുകൾ BJP സ്ഥാനാർത്ഥി നിലവിലെ കണക്ക് പ്രകാരം നേടിയിട്ടുണ്ട്. തീർച്ചയായും ആ വോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അത് ഈ ഈഴവ വോട്ടുകൾ സ്വരാജിന് പോയി എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ സ്ഥാനാർത്ഥി പറഞ്ഞത് UDF-ന് കുറച്ച് വോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അത് അവർക്ക് ഉള്ള വോട്ട് നേടിയിട്ടില്ല. BDJS മത്സരിച്ചിരുന്ന സമയത്ത് ലഭിച്ച വോട്ട് പോലും BJP-ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റൗണ്ട് 16 എണ്ണി തീർന്ന് 17ലേക്ക് കടന്നിരിക്കുന്നു. റൗണ്ട് 16-ൽ ഈ സ്വരാജിനാണ് ലീഡ്. 236 വോട്ടിന്റെ ലീഡാണ്. ഈ മൊത്തം ഒന്നാം റൗണ്ട് മുതൽ ആദ്യമായി സ്വരാജ് ഒരു റൗണ്ടിൽ ലീഡ് ചെയ്യുന്നത് 9-ലാണ്. പിന്നീട് 16-ാം റൗണ്ടിലാണ് ലീഡ് ചെയ്യുന്നത്. 236 വോട്ടാണ്. ഇനി 17-ാം റൗണ്ടാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കരളായി പഞ്ചായത്തിന്റെ 6 ബൂത്തുകളും ബാക്കി അമരമ്പലം പഞ്ചായത്തുമാണ്. അമരമ്പലം പഞ്ചായത്താണ് LDF വലിയ ശക്തി ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത്. ഇനി LDF ഒരു പക്ഷേ അവർ കണക്ക് കൂട്ടുന്നത് അമരമ്പലം പഞ്ചായത്ത് വഴി 10,000 വോട്ടിൽ കൂടാതെ പിടിച്ചു നിർത്താം എന്നുള്ളതായിരിക്കും. അല്ലാതെ വിജയമൊന്നുമില്ലത് ഇനി സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ കോട്ടപ്പാറ, അമരമ്പലം ടൗൺ, അമരമ്പലം സൗത്ത് അടക്കമുള്ള പ്രദേശങ്ങളാണ് റൗണ്ട് 17-ൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഈ കരളായി പഞ്ചായത്ത് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇനി അമരമ്പലം പഞ്ചായത്ത് അത് പോരാട്ടം അവസാന ഘട്ടത്തിലാണ്. ഇതൊരു 5,000 വോട്ടാണ് ഇപ്പോൾ ഷൗക്കത്തിന് ലീഡെങ്കിൽ ഒരു പക്ഷേ ഒരു വാശിയേറിയ പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം അവസാന ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് വ്യക്തമായ ഭൂരിപക്ഷത്തിലൂടെയുള്ള മുന്നേറ്റമാണ്. എൻ്റെ കൂടെ എഡിറ്റർ കൂടി. എഡിറ്റർ, ഇതിനകത്ത് M സ്വരാജ് എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വന്ന് മത്സരിക്കുന്നു. പാർട്ടി ചിഹ്നത്തിൽ ഇടവേളയ്ക്ക് ശേഷം എന്ന് പറയുന്നത് വലിയൊരു എഡ്ജായി കണ്ടെങ്കിൽ ഭരണവിരുദ്ധത കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള കാരണമായിട്ട് അത് മാറിയെന്ന് ഇപ്പൊ കാണാമോ? ഒരുപക്ഷെ. കാരണം ഇപ്പോൾ ഒരു സ്വതന്ത്രൻ അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥി, ഈ രണ്ട് ചോയ്സിൽ ഏത് വേണമെന്ന് അവർ ആലോചിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഒരു അൻവർ ഫാക്ടർ നിൽക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു പാർട്ടി സ്ഥാനാർത്ഥിക്കാണ് കൂടുതൽ സാധ്യത എന്ന് അവർ ചിന്തിച്ചതിൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ മത്സരം അവിടെ നമ്മൾ അതുവരെയും കണ്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് PV അൻവർ കൂടെ ഇല്ലെങ്കിൽ UDF ദുർബലപ്പെടും എന്നൊരു പൊതു നിരീക്ഷണം അന്ന് വന്നിരുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണല്ലോ ഇപ്പോൾ രണ്ടുപേരും മാറി മാറി ചേരി തിരിഞ്ഞ് മത്സരിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ UDF-ന് ഇതെങ്ങനെ UDF അഫോർഡ് ചെയ്യും എന്നുള്ള തരത്തിലുള്ള ചോദ്യത്തിലേക്ക് പോലും നമ്മളൊക്കെ പോയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഒരു പക്ഷേ സ്വരാജിനെ പോലെ ഒരു മികച്ച രാഷ്ട്രീയ സ്ഥാനാർത്ഥി, മാത്രം എല്ലാവരാലും അംഗീകരിക്കുന്ന ഒരു ഫേസ് എന്ന നിലക്കൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അവിടെ കൊണ്ടുവന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അത് പാർട്ടിക്ക് വേണ്ട വിധം അതിൻ്റെ നേട്ടം ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഫാക്ടേഴ്സ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വഴിക്കടവിൽ ആ ഒരു സംഭവം ഉണ്ടായല്ലോ. ശരിക്കും അത് പന്നിക്കൂടിന് അവിടുന്ന് ഷോക്കേറ്റാണല്ലോ കുട്ടി മരിക്കുന്നത്. പക്ഷേ ഇത്തരം ഏതെങ്കിലും ഒരു സംഭവത്തിലൂടെ റിമൈൻഡ് ചെയ്യിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് യഥാർത്ഥത്തിൽ ആ പറഞ്ഞ സംഭവം മാത്രമായിരിക്കില്ല. അതിലൂടെ ഓർമ്മപ്പെടുത്തുന്ന പല കാര്യങ്ങളും വോട്ടർമാരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയും നിഷാദ്, ഇപ്പോൾ എന്താ പറയുക, മുഖ്യമന്ത്രി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള എല്ലാത്തരം വാദങ്ങളും, വർഗീയത സംബന്ധിച്ച കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു കാരണവശാലും അത് എന്താ പറയുക, അത് UDF-ന് LDF-ന് അനുകൂലമായ ഏതെങ്കിലും സാധനമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഭരണത്തിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ മറ്റു ചില സമവാക്യങ്ങൾ കൊണ്ട് മറികടക്കാവുന്ന കോൺഫിഡൻസ് ഏൽക്കുന്ന തിരിച്ചടി കൂടിയാണ്. ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ എന്ത് തരത്തിലുള്ള അജണ്ടയാണ് അവിടെ പ്ലേ ചെയ്തതെന്ന് നമുക്കറിയാം. ആ അജണ്ട ഏതെങ്കിലും തരത്തിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ റിസൾട്ടിൽ? ഒരിടത്തും ഇല്ല. കാരണം മാത്രമല്ല, നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിക്കകത്ത് പോലും CPM-നും LDF-നും ആ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആകെ വന്നത് സ്വരാജ് എന്ന മുഖം, ആ മുഖത്തിന് ലഭിക്കാവുന്ന സർവ്വസ്വീകാര്യത